Hello, welcome to Homemade. ഞാൻ Remya Surjith. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇഞ്ചി പുളിയാണ്. ഞാൻ ഇതിനു മുൻപ് ഒരു ഇഞ്ചി കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ഇഞ്ചി കറിയാണ്. അത് ആരെങ്കിലും കാണാതുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. എല്ലാവരും കാണുക. അതിൻ്റെ കമൻസ് ഒക്കെ എനിക്ക് അയച്ചു തരിക. അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇഞ്ചി പുളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. Welcome to Homemade. ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇഞ്ചി ഒന്ന് മുരിഞ്ഞ് വറുത്തെടുക്കാൻ വേണ്ടിയുള്ള അത്രയും എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് 200 ഗ്രാമോളം ഇഞ്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നല്ല പൊടിയായിട്ട് കൊത്തി അരിഞ്ഞതാണ്. ചെറുതായിട്ട് അരിയാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം പെട്ടെന്ന് നല്ല മുരിച്ചെടുക്കാൻ പറ്റും. ഇച്ചിരി വലുതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും അത് വാടി കിട്ടാനായിട്ട്. നല്ല പൊടിയായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് 5-6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വേണമെന്നുള്ളവർക്ക് അതിനകത്തെ വെള്ളം ഒന്ന് ചെറുതായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ചൂടാക്കി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില പാത്രത്തിൽ അത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയാം. ഇപ്പം ഞാൻ ഇഞ്ചി നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഒരു 2 മുതൽ 2.5 ടീസ്പൂൺ വരെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായത്രയും നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഡാർക്ക് കളറാകുന്നവരെ ചൂടാക്കി കൊടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പുളി ചേർത്ത് കൊടുക്കാം. വാളംപുളി ഞാനൊരു വലിയ നാരങ്ങ വലിപ്പത്തിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞരിച്ചെടുത്തതാണ്. അപ്പോൾ പുളി കുറഞ്ഞു പോകരുത്. ഒരു വലിയ നാരങ്ങ വലിപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാം. ഇഞ്ചിപ്പുളിയല്ലേ, അപ്പോൾ ആവശ്യത്തിന് പുളി വേണം. നല്ല തിക്കായിട്ടുള്ള പുളിയുടെ ആ ഒരു പൾപ്പ് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് ഞാനൊരു 1/2 കപ്പ് ശർക്കര പാനിയാക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ടയായിട്ടുള്ളതാണെങ്കിലും ഇടാം. എപ്പോഴും ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിനകത്ത് അഴുക്കെല്ലാം നമുക്ക് അരിച്ചു മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ 1/2 കപ്പ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കട്ടിയായിട്ടുള്ള ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് കുറുകി വരുന്നവരെ തിളപ്പിച്ചു കൊടുക്കുക. ഇപ്പം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരല്പം കായം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു പിഞ്ച് കായപ്പൊടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കടുക് താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കടുക് താളിച്ചത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിപ്പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കേണ്ട ഒരു സമയമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക് യു.